ഹലോ ചക്കര എന്താ ചെയ്യുക? ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ എന്നോട് വഴക്കുണ്ടാക്കി പോയത്? ചേടാ വീട്ടിലേക്കാണോ വിളിച്ചത്? ഹലോ ആരാ? ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണലുണ്ട് കേട്ടോ. നിങ്ങളെ കാണാൻ നല്ല രസാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പെണ്ണ് നോക്കണുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. എന്തേ, കുട്ടിക്ക് താല്പര്യമുണ്ടോ? അത് ഞാൻ ശരിയാക്കി തരാം കേട്ടാ. നിങ്ങൾ വീട്ടിലേക്ക് വാ. നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല അല്ലേ? 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. എന്തിന് പഠിക്കാൻ വരുവാടാ നീയൊക്കെ? വെടിക്കെട്ട് 2 ഡാം ഉണ്ടാക്കാം. വരുന്നെങ്കി വാ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നോട്ടെ, എനിക്കെന്താ? എല്ലാം കൂടെ ഞാൻ വലിച്ചു വാരി എറിയും. പറഞ്ഞോ, എനിക്കെന്താ? ഇവിടെ ആരും ഒന്നും തിന്നണ്ട. തിന്നണ്ട, എനിക്കെന്താ? ആഹാ, എല്ലാം പോട്ട്. പോട്ടെ, എനിക്കെന്താ? പിന്നെ പുള്ളി വരുമ്പോ നിങ്ങളുടെ ചന്ത സ്വഭാവം ഇവിടെ കിടന്ന് കാണിക്കല്ലേ? അതെന്തിനാ മെമ്പർ എന്റെ മുഖത്ത് നോക്കി ചന്ത ചന്ത എന്ന് പറയണേ? ഇവര് നിപ്പുണ്ടല്ലോ, ഞാനാണോ ചന്ത, ഞാനാണോ ചന്ത, ഞാനാണോ ചന്ത? ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പായി. നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കറക്റ്റാ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്താണ്? ശാന്തിതീരം. ശാന്തിതീരം. ആ പേരിനോട് എന്തെങ്കിലും ഒന്ന് നീതി പുലർത്താവോ? വെറുതെ കിടന്ന് അലമ്പുണ്ടാക്കണം. പുള്ളി വരുമ്പോ മര്യാദയ്ക്ക് പഠിച്ചെടുക്കാൻ നോക്കണം. പുള്ളി വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്നത് എന്റെ കഴിവ്. പേടിച്ചു പോയല്ലോ. കുഞ്ഞിന്റെ മുഖത്തോട്ടൊന്ന് നോയിക്കേ. നിങ്ങളെ ഓർത്തെടുത്ത് വെച്ചിരിക്കുക. അതേ കണ്ണ്, ചുണ്ട്, മൂക്ക്. അല്ല, താടിയുണ്ട്, അത് കൊള്ളാം. ഒന്ന് താലോലിക്കേ കുഞ്ഞിനെ. ഒന്ന് താലോലിക്കേ. മുക്കാപ്പുള്ള ചുക്കാനില ലൈല ലൈല. അല്ലേലും നീ സാരി ഉടുത്ത ഒരു പ്രത്യേക ഭംഗി തന്നെയാ. സൗന്ദര്യം ഇങ്ങനെ ഒഴുകല്ലേ. അല്ലേലും നീ സാരി ഉടുത്ത